വൺ പ്ലസിന്റെ 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് വൺ പ്ലസ് നോഡ് 4. അതുപോലെ തന്നെ വിവോയുടെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് വിവോ T3 അൾട്ര. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നോഡ് 4ഉം അതുപോലെ തന്നെ വിവോ T3 അൾട്രയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൽ 6.74 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. വിവോ T3 അൾട്രയിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെസൊല്യൂഷന്റെ കാര്യത്തിലും ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് എന്ന് പറയുന്നത് വൺ പ്ലസിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ വിവോയിൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വിവോ നോക്കാം, അല്ല ഫ്ലാറ്റ് ഡിസ്പ്ലേ മതി എന്നുണ്ടെങ്കിൽ വൺ പ്ലസ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ട് ഫോണുകളിലും 120 Hz റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. രണ്ട് ഫോണുകളിലും 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 2160 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഭയങ്കര വലിയ ഡിഫറൻസ് എന്ന് പറയാനുള്ളത് വിവോയിൽ കർവ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്, വൺ പ്ലസിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേ വേണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ വേണോ എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യാം. പിന്നെ വൺ പ്ലസിൽ അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്, അതായത് സൈഡിൽ ഒരു ബട്ടണൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. വിവോയിൽ ഇങ്ങനൊരു ബട്ടൺ വരുന്നില്ല. ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. വൺ പ്ലസിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199.5 ഗ്രാം ആണ്. വിവോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാം ആണ്. ഭയങ്കര വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. പിന്നെ വൺ പ്ലസിന്റെ തിക്നെസ് വരുന്നത് 8 mm ആണ്. വിവോയുടെ തിക്നെസ് വരുന്നത് 7.58 mm ആണ്. അപ്പം അതിലും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ വിവോയിൽ തന്നെയാണ്. പിന്നെ വൺ പ്ലസിൽ IP65 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ വിവോയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ വിവോക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. വൺ പ്ലസിൽ നമുക്ക് മെറ്റൽ ബോഡിയും അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. വിവോയിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമേ വരുന്നുള്ളൂ. ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് വൺ പ്ലസിൽ വരുന്നുണ്ട് എന്ന് പറയാം, കാരണം മെറ്റൽ ബോഡിയൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 3 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. വിവോയിൽ MediaTek Dimensity 9200+ എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇപ്പം പെർഫോമൻസ് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വിവോയിലാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ BGMI പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൽ 90 FPS സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും, എന്നാൽ വിവോയിൽ ഇപ്പോഴത്തതിൽ BGMI 90 FPS സപ്പോർട്ടില്ല. BGMI പോലുള്ള ഗെയിമുകളൊക്കെയാണ് മെയിനായിട്ട് കളിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. പക്ഷേ COD പോലുള്ള ഗെയിമുകളിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് സെറ്റിംഗ്സ് വിവോയിലും വരുന്നുണ്ട്. അപ്പം ഓവറോൾ പെർഫോമൻസിന് നോക്കുമ്പോൾ വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ BGMI കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 90 FPS സപ്പോർട്ട് അവിടെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വൺ പ്ലസിൽ 9 5G ബാൻഡ്സും വിവോയിൽ 8 5G ബാൻഡ്സും ആണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR5X റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വൺ പ്ലസിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. വിവോയിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പ് വൺ പ്ലസിൽ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വൺ പ്ലസിന്റെ 128GB ഇന്റേണൽ വെർഷനിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണുകളിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൺ പ്ലസിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൺ പ്ലസിൽ NFC സപ്പോർട്ടും വരുന്നുണ്ട്. വിവോയിൽ ഈ ഒരു NFC സപ്പോർട്ട് വരുന്നില്ല. ആ ഒരു കാര്യത്തിലും വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. വൺ പ്ലസിൽ OxygenOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. വിവോയിൽ FunTouchOS സോഫ്റ്റ്വെയറും കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇതിൽ വൺ പ്ലസിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. വിവോയിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വൺ പ്ലസിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. വൺ പ്ലസിൽ സോണി LYT600 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. വിവോയിൽ സോണി IMX 921 മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്.
ക്യാമറ കമ്പാരിസൺ നമ്മൾ മറ്റ് സെറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ വൺ പ്ലസിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിവോയിൽ കളേഴ്സ് കുറച്ചും കൂടി ബൂസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫോട്ടോസാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ വിവോയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നൊക്കെ പറയാവുന്നതാണ്. കുറച്ച് സാച്ചുറേഷൻ കൂടിയ ഇമേജസും ആണ് ഇതിൽ വരുന്നത്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും സ്ലൈറ്റ്ലി ബെറ്റർ വിവോ തന്നെ ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. വിവോയിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും വിവോ തന്നെയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കളേഴ്സ് കുറച്ചും കൂടിയൊക്കെ ബൂസ്റ്റഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവോ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5500 mAh ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസിൽ 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വിവോയിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് വൺ പ്ലസിൽ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് വൺ പ്ലസിനാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യത്തിൽ വൺ പ്ലസ് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 8GB RAM 128GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. വൺ പ്ലസിന്റെ ഈ വെർഷന്റെ വില വരുന്നത് 27,999 രൂപയാണ്. അതുപോലെ തന്നെ വിവോയുടെ ഈ വെർഷന്റെ വില വരുന്നത് 31,999 രൂപയാണ്. 8GB RAM 256GB ഇന്റേണൽ വെർഷന്റെ കാര്യത്തിൽ വൺ പ്ലസിന്റെ വില വരുന്നത് 29,999 രൂപയാണ്. വിവോയുടെ ഈ വെർഷന്റെ വില വരുന്നത് 33,999 രൂപയാണ്. പിന്നെ വൺ പ്ലസിന്റെ 12GB RAM 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 32,999 രൂപയാണ്. വിവോയുടെ ഈ വെർഷന്റെ വില വരുന്നത് 35,999 രൂപയാണ്. അപ്പം സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിനാണ് വില കമ്പാരിറ്റീവ്ലി കുറവ്. ഈ ഒരു കാര്യത്തിൽ വൺ പ്ലസിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസിൽ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ എക്സ്ട്രാ വരുന്നുണ്ട്. മെറ്റൽ ബോഡി മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ BGMIയിൽ 90 FPS സപ്പോർട്ട് വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ NFC ഇതുപോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വൺ പ്ലസിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡും വരുന്നുണ്ട്. പിന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. വിവോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി സ്ലൈറ്റ്ലി കുറവാണ്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.